ഇറാന്റെ നേതൃത്വം ഒളിവിലാണ്, അവരിൽ ചിലർ രാജ്യം വിട്ടു എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിരുന്നത്. ഈ വാർത്തകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വാർത്തകൾ ആയിരുന്നില്ല. പകരം യുഎസിന്റെ യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ആണ് പറഞ്ഞത്. ഈ ഹെക്സത്ത് പറഞ്ഞത് പല നേതാക്കളും ബങ്കറിലാണ്, ചില നേതാക്കൾ നാടുവിട്ടു, ചില നേതാക്കൾ ഒളിവിലാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെ ടെഹ്റാനിൽ നടന്ന ബുത്സ ദിന പ്രതിഷേധ പ്രകടനം, ആ പ്രകടനത്തിൽ ഇറാന്റെ ഈ ഒളിവിലാണ് എന്ന് പറഞ്ഞ സകല നേതാക്കളും പരസ്യമായി തന്നെ പങ്കെടുക്കുകയും ആയിരക്കണക്കിന് പേരോടൊപ്പം ഒത്തുകൂടുകയും പ്രകടനം നയിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ടിരിക്കുന്നു. ഇത് ഇന്നലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാകും ഒരുപക്ഷെ പ്രേക്ഷകർ. ഇറാൻ ഭരണകൂടത്തിന് ആശയവിനിമയം നടത്താനോ ഏകോപിപ്പിക്കാനോ ഉള്ള കഴിവുകളില്ല എന്ന് തുടക്കത്തിൽ അമേരിക്ക പറഞ്ഞിരുന്നു. അതെല്ലാം തങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇറാൻ എങ്ങനെയാണ് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്നൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം നശിപ്പിച്ച സ്ഥിതിക്ക് എങ്ങനെയാണ് ഇത്രയും പേർ കൂടിയെന്നൊരു ചോദ്യം വരുന്നു. ഏതായാലും ഇറാന്റെ ഹൈ ഡെഫിനിഷൻ തിയറിയാണ് ഇതിന്റെ പിന്നിലെന്ന് ചിലർ പറയുന്നു. ഇറാൻ ജുഡീഷ്യറി മേധാവി മേഘാം മൊഹസൈനി, പ്രസിഡന്റ് പെഷസ്കിയാൻ, സുരക്ഷാ മേധാവി അലി ലാജ്രാനി തുടങ്ങിയവരൊക്കെ ഈ മാർച്ചിന് നേതൃത്വം നൽകി. അബ്ബാസ് അരക്സി അടക്കം ഈ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇവരൊക്കെ അമേരിക്ക ഇല്ലാതാക്കി എന്ന് പറയുന്നവരോ ഇല്ലെങ്കിൽ ബങ്കറിൽ പോയി എന്ന് പറയുന്നവരോ ഇല്ലെങ്കിൽ അമേരിക്ക കൊല്ലുമെന്ന് പറയുന്നവരോ ഒക്കെയാണ്. കാരണം അവർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇറാന്റെ തെരുവുകളിൽ ഇവരുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനം തന്നെയാണ് നടന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.